ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം പോർച്ചുഗൽ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ലയണൽ മെസ്സിയെ കളിയാക്കിയ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവനും ലയണൽ മെസ്സിയെ കളിയാക്കിയ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. കാരണം മറ്റൊന്നല്ല, 2021 മുമ്പ് ലയണൽ മെസ്സിക്ക് സീനിയർ കരിയറിൽ ഒരു ഇന്റർനാഷണൽ ട്രോഫി പോലും ഇല്ല. മറുവശത്ത് റൊണാൾഡോ 2016 പോർച്ചുഗലിന് വേണ്ടി യൂറോ കപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2019 UEFA നാഷണൽ ലീഗും പോർച്ചുഗലിന് വേണ്ടി അടിക്കുന്നു. റൊണാൾഡോ ആണെങ്കിൽ ക്ലബിലും നല്ല രീതിയിൽ കളിക്കുന്നു, നാഷണൽ ടീമിലും നല്ലവണ്ണം കളിക്കുന്നു, ട്രോഫികൾ അടിച്ചു കൊടുക്കുന്നു. സോ റൊണാൾഡോ ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലയണൽ മെസ്സിയെ നമ്മൾ ചവിട്ടിത്തള്ളിയ, ലയണൽ മെസ്സി ഫൈനലുകളിൽ പെനാൽറ്റി കളഞ്ഞിട്ട് കരഞ്ഞ ആ ട്രോളുകൾ, ആ പിക്ചറും ആ വീഡിയോ ഒക്കെ വെച്ച് നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ സ്കലോണി അർജന്റീനയിൽ വന്നതിന് ശേഷം സ്കലോണി മെസ്സിയിലൂടെ സ്വന്തമാക്കിയത് 4 ഇന്റർനാഷണൽ ട്രോഫികളാണ്. 2021 കോപ്പ അമേരിക്ക, 2022 വേൾഡ് കപ്പും ഫൈനൽസും, 2024 കോപ്പ അമേരിക്ക. നിലവിൽ മെസ്സിക്ക് 4 ഇന്റർനാഷണൽ ട്രോഫികളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ 2022 ആ വേൾഡ് കപ്പിൽ, ഖത്തറിന്റെ മണ്ണിൽ കണ്ട മെസ്സി അല്ല ഇപ്പോൾ. ഇത് അതുക്കും മേലെയാണ്. കാരണം മറ്റൊന്നല്ല, 3 മത്സരം അവസാനിച്ചിട്ടുള്ളൂ, 6 ഗോളുകൾ അടിച്ചു. ഇനി ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് സീസണിൽ മൊത്തം അടിച്ച ഗോളിനൊപ്പം 7 ഗോളുകൾ. അതുമാത്രമല്ല, ഇനി നോക്കൌട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചുകൾ വരാൻ ഇനിയും ടൈം പിടിക്കും. അർജന്റീനയ്ക്ക് കോപ്പ വെർഡയുമായിട്ടാണ് ഒരു അടുത്ത മാച്ച്, സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഈജിപ്തുമായിട്ടായിരിക്കും കൂടുതൽ സാധ്യത, അതും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് കൊളംബിയയുമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ മാച്ച് വരുന്നത്. പക്ഷെ അത് സിമിലർ ആയിട്ടുള്ള ഒരു ടീം ആയതുകൊണ്ട് അവിടെയും അർജന്റീനയ്ക്ക് ജയിച്ചു കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സെമി ഫൈനൽ വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അർജന്റീന മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നും പറയാനില്ല. മെസ്സി ആദ്യത്തെ കളിയിൽ ഹാട്രിക്, രണ്ടാമത്തെ കളിയിൽ ഓസ്ട്രിയക്കെതിരെ കിഡിലൻ ബ്രില്യൻസ് ആയിട്ടുള്ള 2 ഗോളുകൾ, മൂന്നാമത്തെ കളിയിൽ ഹാഫ് ടൈമിന് ശേഷം ഇറങ്ങുന്ന ഒരു ഫ്രീ കിക്ക് അടിക്കുന്നു, കയറുന്നു. അർജന്റീൻ ഫാൻസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട്, അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ കളിയൊക്കെ കണ്ടിട്ട് നമുക്കൊന്നും പറയാനില്ല, ഇങ്ങനെ മിണ്ടാതിരിക്കുക, കളി ഇങ്ങനെ കാണാം. അർജന്റീന ഫാൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ച് തള്ള, അത്രേ പറയാനുള്ളൂ. ഇത് അവരുടെ കാലമാണ്, അർജന്റീനന്റെ ലയണൽ മെസ്സിയുടെ സമയമാണ്. നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മാൻ. കമന്റുകളും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നിറയ്ക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക. ബൈ.